കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് CBI ഓഫീസിൽ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 5.5 മണിക്കൂറാണ് വിജയെ ചോദ്യം ചെയ്തത്. രഞ്ജിൽ രാജായിരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ 2 ദിവസം ഒന്നും നീണ്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എങ്കിലും 5.5 മണിക്കൂർ നീണ്ടു ആ ചോദ്യം ചെയ്യൽ. എന്തൊക്കെയായിരുന്നു ആ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ട്. എത്രത്തോളം ലഭിക്കുന്നുണ്ട് പുതിയ വിവരം? തീർച്ചയായും 5 മണിക്കൂറാണ് വിജയെ CBI ഓഫീസിൽ അല്ലെങ്കിൽ CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത്. 12 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴാണ് അവസാനിച്ചത്. 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ ഏകദേശം 35ഓളം ചോദ്യങ്ങളാണ് വിജയോട് ഈ CBI ചോദിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ഒരു കരൂരിൽ റാലി നടത്താൻ എവിടെ നിന്നാണ് അനുമതി നൽകിയത് അല്ലെങ്കിൽ അനുമതി മേടിച്ചത് തുടങ്ങി ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കരൂരിലെ ആൾക്കൂട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് എത്തരത്തിലായിരുന്നു ആൾക്കൂട്ട നിയന്ത്രണം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എത്ര പേരായിരുന്നു പങ്കെടുത്ത് തുടങ്ങി അവരുടെ കണക്കും അതുപോലെ തന്നെ സുരക്ഷാ വീഴ്ചയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന സുരക്ഷാ വീഴ്ച അതേപോലെ ഈ ഒരു ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് അതിപ്പോൾ പ്രവേശനമായാലും തിരിച്ചു പോകുന്നത് ഉൾപ്പെടെയും അതേപോലെ തന്നെ വെള്ളം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും വിജയോട് ചോദിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് റാലി നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞതെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു മൊഴിയെടുപ്പ് പൂർത്തിയായി. മൊഴിയെടുപ്പിന്റെ പകർപ്പ്, അതായത് ഈ ഒരു മൊഴി നൽകിയതിന്റെ പകർപ്പ് വിജയുടെ അഭിഭാഷകർക്ക് നൽകിയിട്ടുണ്ട്. ഇനി അത് ക്രോസ് എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ അവസാനമായി ഇതിൽ ഒപ്പിട്ടായിരിക്കും CBIക്ക് ഈ ഒരു മൊഴി പകർപ്പ് തിരിച്ചു നൽകുക. സാധാരണഗതിയിൽ മൊഴിയെടുക്കാനായി വിളിച്ച ഒരാളിൽ നിന്നും ഇത്തരത്തിൽ മൊഴിയെടുത്തതിന് ശേഷം ആ മൊഴി പകർപ്പ് അയാൾക്ക് തന്നെയാണ് നൽകുക. പക്ഷേ വിജയുടെ കാര്യം വന്ന സമയത്ത് വിജയുടെ അഭിഭാഷകർ കൂടി ഈ ഒരു CBI ഓഫീസിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിഭാഷകരാണ് ഇപ്പോൾ ആ മൊഴിപ്പകർപ്പ് വിശദമായി പരിശോധിക്കുന്നത്. ആ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അത് തിരിച്ചു നൽകുക. ഇനി എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സാക്ഷി മൊഴി എന്നോളമാണ് വിജയെ നിലവിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കുന്നത്. ഈ ഒരു ആദ്യഘട്ട മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. നാളെ മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ നാളത്തേക്ക് ഇനി മൊഴിയെടുക്കേണ്ട അവസ്ഥയില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു മൊഴിയും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും കൂടി ക്രോസ് എക്സാമിൻ ചെയ്തതിന് ശേഷം ഒരു കുറ്റപത്രത്തിലേക്ക് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ തയ്യാറാക്കുന്നതിലേക്ക് CBI കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വിജയെ ചോദ്യം ചെയ്യുന്ന ഒപ്പം തന്നെ അന്ന് കരൂരിൽ ADGP ആയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തിയിരുന്നു. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGPയെ വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. നിലവിൽ ചോദിച്ച ചോദ്യങ്ങളോടൊക്കെ തന്നെ വ്യക്തമായും അല്ലെങ്കിൽ കൃത്യമായും അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ CBI ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് CBI കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം നേരത്തെയും ഇത്തരത്തിൽ നേരത്തെ ഒരു DMKയുടെ ഭാഗത്തുനിന്ന് ഒരു ആരോപണം വന്നിരുന്നു. അതായത് ഈ ഒരു ഡൽഹിയിലെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് അത് TVKയും BJPയുടെയും ഡീലാണ് തുടങ്ങിയ ഒരു ആരോപണമായിരുന്നു DMKയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതായത് കരൂരിലൊരു ദുരന്തമുണ്ടായി അല്ലെങ്കിൽ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ എന്തുകൊണ്ട് അത് തമിഴ്നാട്ടിൽ നിന്നും ചോദ്യം ചെയ്യുന്നില്ല, എന്തിനാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്നൊരു ചോദ്യം അല്ലെങ്കിൽ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് BJP TVK ഡീലിൻ്റെ ഭാഗമാണെന്നാണ് DMKയുടെ ആരോപണം. അത്തരം ആരോപണമൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നത് ഏറെ നിർണായകമാണ്. എന്തായാലും വിജയ് തിരിച്ച് ഈ ഒരു മൊഴി എടുക്കുന്ന സമയത്ത് തിരിച്ച് നൽകിയ ഉത്തരങ്ങൾ ഏറെ നിർണായകമാണ്. അല്ലെങ്കിൽ CBIന് തയ്യാറാക്കാൻ പോകുന്ന കുറ്റപത്രം ഏറെ നിർണായകമാണ്. കാരണം സർക്കാരിൻ്റെയും പോലീസിൻ്റെയും സുരക്ഷാ വീഴ്ചയെ ചൂണ്ടിക്കാട്ടിയാണ് കുറ്റപത്രമെങ്കിൽ അത് സർക്കാരിന് ഏറെ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. നമുക്കറിയാം നേരത്തെയും ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ചയിൽ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് TVK രംഗത്ത് വന്നിരുന്നു. അതായത് ഈ സ്ഥലം അനുവദിച്ചു തന്നതിലും അതുപോലെ തന്നെ ആളുകളെ നിയന്ത്രിക്കുന്നതിലും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന ഒരു വിലയിരുത്തലായിരുന്നു അന്ന് TVKയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെയാണ് വിജയുടെ മൊഴിയെങ്കിൽ അത് സർക്കാരിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഏറെ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം വിജയ് ഈ ഒരു റാലിക്ക് എത്താൻ 7 മണിക്കൂറിലധികം വൈകി, അതാണ് ഈ ഒരു ദുരന്തത്തിന് ആക്കം കൂട്ടിയത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം എന്നായിരുന്നു അന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ CBI ചോദ്യം ചെയ്യലിൽ അന്വേഷിച്ചിട്ടുണ്ട്. അതായത്
എന്തുകൊണ്ടാണ് ഇത്രയും വൈകി വരാൻ കാരണം എന്നുള്ളതൊക്കെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആളുകളെ നിയന്ത്രിക്കുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു എന്നൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിൽ പ്രധാന കവാടം ഉൾപ്പെടെ എത്ര കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പോലീസിന്റെ സുരക്ഷാ വീഴ്ചയിലേക്കാണ് കൈ ചൂണ്ടുന്നത്. എന്തായാലും 5 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇനി ഈ മൊഴി വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും CBI ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുക. CBIക്ക് ഇനിയിപ്പോൾ മൊഴി വിശദമായി പരിശോധിച്ചതിൽ വിജയുടെ മൊഴിയും അതുപോലെ തന്നെ അവരുടെ അന്വേഷണ റിപ്പോർട്ടും വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കുറ്റപത്രം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. ഇനി വേണ്ടി വന്നാലായിരിക്കും ഇനി ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഉണ്ടാകുക. എന്തായാലും നാളെ ചോദ്യം ചെയ്യലിൻ്റെ ആവശ്യമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 5 മണിക്കൂറായിരുന്നു ആ ചോദ്യം ചെയ്യൽ. വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.